നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റിയിൽ കറങ്ങാൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അതായത് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണിയുടെ രണ്ടാമത്തെ ദിവസം. എക്സ്പ്ലോറിംഗ് യൂണി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തഷ്കന്ത് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തഷ്കന്ത് യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തഷ്കന്തിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് അതിന്റെ ഹോസ്റ്റലാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് അതൊന്ന് പോയി കണ്ടു. ഇന്നലത്തെ ക്ഷീണമൊന്നും നോക്കാതെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങി. ഇന്ന് നല്ലൊരു സണ്ണി ക്ലൈമറ്റ് ആണ്, വലിയ മഞ്ഞൊന്നുമില്ല, ഒരു 8-9 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് തണുപ്പ്. ഞാൻ ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് നിലത്തൊക്കെ മഞ്ഞ് പെയ്ത് ഉരുകിയതിന്റെ ഒരു ചളി പോലുള്ള വെള്ളം ഉണ്ടായിരുന്നു. പോകുന്ന വഴി ചളി ആയതുകൊണ്ട് ഞാൻ പതിയെ നടന്ന് ഹോസ്റ്റലിന്റെ മുന്നിലെത്തിയപ്പോൾ ആദ്യം കാണുന്നത് ഒരു ചെറിയ സെക്യൂരിറ്റി ഗേറ്റ് ആണ്. ആ ഒരു എൻട്രൻസ് കടന്നങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഹോസ്റ്റലിന്റെ വലിപ്പം മനസ്സിലാവണത്. അതൊരു വലിയ കോമ്പൗണ്ട് ആയിരുന്നു. അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഒരുപാട് മരങ്ങളുള്ള നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കിയ ചെടികളൊക്കെ ഉള്ള ഒരു പാർക്കാണ്. ഞാനെന്നുള്ളത് തഷ്കന്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തഷ്കന്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബോയ്സ് ഹോസ്റ്റലിൽ കയറിയിട്ട് അവരുടെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ അവർക്ക് കൂടെ കളിക്കാനും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. അതേപോലെ നമുക്ക് ഗേൾസ് ഹോസ്റ്റലിലേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന നമ്മുടെ ഗേൾസ് അവിടെയുള്ള ഫൂട്ടേജുകളും കാര്യങ്ങളൊക്കെ എടുത്തു തരും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഗേൾസ് ഹോസ്റ്റലും എക്സ്പ്ലെയിൻ ചെയ്തത്. ശരിക്കും ഉസ്ബെക്കിസ്ഥാനിൽ 2 ടൈപ്പ് ഹോസ്റ്റലാണ് ഉള്ളത്. ഒന്ന് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഹോസ്റ്റൽ, ഒന്ന് ഫ്ലോർ സെപ്പറേറ്റഡ് ഹോസ്റ്റൽ. കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ബോയ്സിനും ഗേൾസിനും എൻറ്റയർലി ഡിഫറൻറ്റ് ബിൽഡിംഗ് ആയിരിക്കും. ബോയ്സിന്റെ ബിൽഡിംഗിൽ നിന്ന് ഗേൾസിന്റെ ബിൽഡിംഗിലേക്കോ ഗേൾസിന്റെ ബിൽഡിംഗ് ബോയ്സിന്റെ ബിൽഡിംഗിലേക്കോ പോകാൻ പറ്റില്ല. രണ്ടും ഡിഫറൻറ്റ് സ്ഥലങ്ങളിലായിരിക്കും. എന്നാൽ ഫ്ലോർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ബിൽഡിംഗിലായിരിക്കും ബോയ്സും ഗേൾസും ഉണ്ടാവുക. ഒരു ഫ്ലോറിൽ ബോയ്സ് ആണെങ്കിൽ അടുത്ത ഫ്ലോറിൽ ഗേൾസ്, അങ്ങനെ. അതായത് ബോയ്സിന്റെ ഫ്ലോറിന് ഗേൾസിന്റെ ഫ്ലോറിലേക്കോ ഗേൾസിന്റെ ഫ്ലോറിന് ബോയ്സിന്റെ ഫ്ലോറിലേക്കോ പോകാനൊന്നും പറ്റില്ല. കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഉസ്ബെക്കിസ്ഥാനിലുള്ള ഭൂരിഭാഗം യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലും ഇതുപോലെ ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഞാൻ ആകെ കണ്ടത് ബുക്കാറയിൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് മാറ്റിയിട്ട് ഇപ്പോൾ ഫ്ലോർ സെപ്പറേറ്റഡ് ആക്കി എന്നുള്ളതാണ്. തഷ്കന്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഈ പറഞ്ഞ പോലെ ഫ്ലോർ സെപ്പറേറ്റഡ് തന്നെയാണ്. ഈ പാർക്കിന് ചുറ്റും ഒരു യു ഷേപ്പിൽ വേല് കെട്ടി വെച്ചേക്കണ പോലെ ഹോസ്റ്റൽ ബിൽഡിംഗ് പണിത് വെച്ചേക്കാണ്. ഈ ബിൽഡിങ്ങുകളെല്ലാം 4 നില ബിൽഡിങ്ങുകളായിരുന്നു. ഞാൻ അതുകൊണ്ട് അന്തം വിട്ട് നിന്നുപോയി. ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു അവിടെ. കുറച്ചൊന്നും നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഓരോ ബിൽഡിങ്ങും ഓരോരുത്തരുടെ ഹോസ്റ്റലാണെന്നുള്ളത്. അതായത് ഒരു ബിൽഡിംഗ് ഉസ്ബെക്കുകളുടെ ഹോസ്റ്റലാണെങ്കിൽ വേറൊന്ന് കൊറിയൻസിന്റെ ഹോസ്റ്റലാണ്, മറ്റൊന്ന് ഇന്ത്യൻസിന്റെ ഹോസ്റ്റലാണ്, അതുപോലെയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് നിൽക്കുന്ന ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇതിന്റെ ഏകദേശം നടുവിലായിട്ടാണ് ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും പോകാനുള്ള പാസേജ് കാണാൻ പറ്റും. ആ പാസേജിന്റെ 2 ഭാഗത്തും മുറികളാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അതുപോലെ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമുകളിൽ കുട്ടികളൊന്നും അധികം ഇല്ല. കാര്യം അവിടെ മെസ്സും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഏരിയയും ലൈബ്രറിയും പഠിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ഹീറ്റഡ് ആണ്. അതായത് ഓരോ ഫ്ലോറും റൂമുകളും എല്ലാം ഹീറ്റഡ് ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോർ ബോയ്സിന്റെ ഫ്ലോർ. കാര്യം ഗേൾസിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ 3rd ഫ്ലോറും 4th ഫ്ലോറും ആണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ ഒരുപാട് റൂമുകൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നേരെ ഒരു റൂമിലേക്ക് കയറി. ആ റൂമിലേക്ക് അങ്ങോട്ട് കയറിയപ്പോഴാണ് റൂമിന്റെ ഒരു രൂപം എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു വലിയ റൂമായിരുന്നു അത്. അതിന്റെ നടുവിലൂടെ മുക്കാ ഭാഗത്തോടെ ഒരു മതിലുണ്ട്. ഈ മതിൽ ആ വലിയ റൂമിനെ 2 റൂമുകളായിട്ട് മാറ്റാണ്. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാനുള്ള ഒരു പാസേജും അതിന്റെ അടുക്കുണ്ട്. ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കുട്ടികളുടെ റൂമിലേക്ക് കയറി ചെന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ കുട്ടികളാകാൻ ഞെട്ടിപ്പോയി. സാർ വീഡിയോ എടുക്കൽ ഒരു 5 മിനിറ്റ് തന്നെ ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കാന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, ഇപ്പൊ എങ്ങനെയാണുള്ളത് അതുപോലെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. നമുക്കറിയാലോ ഇപ്പൊ ബോയ്സ് നിൽക്കുന്ന ഹോസ്റ്റലാണെങ്കിൽ ശരി, ഗേൾസ് നിൽക്കുന്ന ഹോസ്റ്റലാണെങ്കിൽ ശരി, MBBS പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് എത്രമാത്രം അത് ക്ലീൻ ആക്കി നീറ്റാക്കി ഒതുക്കി വെക്കാനുള്ള സമയം കിട്ടും എന്നുള്ളത്. ഈ ഒരു ഹോസ്റ്റലിലുള്ള എല്ലാ റൂമും ഇതേ ഇന്റീരിയർ തന്നെയാണ്. അതായത് ബോയ്സിന്റെ റൂമാണെങ്കിലും ശരി, ഗേൾസിന്റെ റൂമാണെങ്കിലും ശരി, കാണാൻ ഒരുപോലെയാണ്. എല്ലാ റൂമുകളും 4 ഷെയറിംഗ് ആയിരുന്നു. ഡോർമെട്രി ടൈപ്പ് ബെഡുകളായിരുന്നു എല്ലാ റൂമിലും ഉണ്ടായിരുന്നത്. ഈ റൂമിന്റെ ഫ്ലോർ ഒക്കെ വുഡൻ ഫ്ലോറുകളായിരുന്നു, മരം കൊണ്ടുള്ള ഫ്ലോറുകളായിരുന്നു. ഇവിടെ ബെഡും പില്ലോയും അതുപോലെ തന്നെ ഇവർക്ക് പഠിക്കാനുള്ള ഒരു ടേബിളും ചെയറും കബോർഡും എല്ലാം ഹോസ്റ്റൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഓരോ റൂമുകളിൽ ഹീറ്റർ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വന്ന സമയത്ത് ഹീറ്റർ വർക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ ഹോസ്റ്റൽ അത് കറക്റ്റ് ചെയ്ത് കൊടുത്ത് എന്നുള്ളതാണ് പറഞ്ഞത്. ഹോസ്റ്റൽ റൂമിലുള്ള കർട്ടൻ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പുറം നന്നായിട്ട് കാണായിരുന്നു. അതൊരു അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ ഓരോ റൂമിലേക്ക് പോകുന്ന സമയത്തും അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടെ
ഓരോ ദിവസവും അസസ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പഠിച്ചിട്ട് പോയാൽ മാത്രമേ അവർക്ക് ആ അസസ്മെന്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിരിക്കണം മോസ്റ്റ് കുട്ടികളെല്ലാം പഠിക്കുന്നത്. അങ്ങനെ റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരുടെ ബാത്റൂമിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഇവരുടെ ബാത്റൂം ആ ഫ്ലോറിന്റെ ഒരു എൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കോമൺ ബാത്റൂം ആണുള്ളത്. ബാത്റൂമിലൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ 4-5 ഷവർ ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ 4-5 ടോയ്ലറ്റ്സ് ഉണ്ട്. ഓരോ ഷവർ ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാത്റൂം കണ്ടു കഴിഞ്ഞ് ഇവരുടെ ലോണ്ടറി ഏരിയയും കുക്കിംഗ് ഏരിയയും കാണാൻ വേണ്ടി പോയി. ലോണ്ടറി ഏരിയയും ഇതുപോലെ തന്നെ ഫ്ലോറിന്റെ ഒരു എൻഡിലാണ്. ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ഷെഡ്യൂൾ ഒന്നുമില്ല. ഒരാൾ അലക്കി കഴിഞ്ഞാൽ അടുത്ത ആൾ ഉപയോഗിക്കും. ഒരു ഫ്ലോറിൽ 3 വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അലക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ഈ ലോണ്ടറി റൂമിൽ തന്നെ അവർക്ക് ഡ്രസ്സ് ആറിടാനുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഉച്ചയായിരുന്നു. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു എവിടെ ഫുഡ് കഴിക്കാൻ. അപ്പൊ അവർ പറഞ്ഞു ഇവിടെ നല്ല ഊണ് കിട്ടും. ഞാൻ ചോദിച്ചു ഊണോ ഇവിടെയോ? കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ ഉസ്ബെക്കി ഫുഡുകളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ കണ്ടേക്കണത്. ഞാൻ വെച്ചാൽ എവിടെയോ ഊണ് കിട്ടാന്ന് പറഞ്ഞു. ഇവിടുത്തെ മെസ്സിലുണ്ടാവും. അങ്ങനെ ഞാനും കുട്ടികളും കൂടെ മെസ്സിലേക്ക് പോയി. അങ്ങനെ മെസ്സിൽ പോയേക്കുമ്പോൾ അവിടെ ചോറും സാമ്പാറും ഉപ്പേരിയൊക്കെ ഉള്ളത്. ഞാനൊന്ന് കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. പക്ഷെ എല്ലാ ആഴ്ചയും ഒരേ മെനു റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നോൺ വെജ് ഉണ്ടാവാറുണ്ട്. അതായത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ബിരിയാണി ഒക്കെ ഉണ്ടാവാറുണ്ട്. രാവിലെ ഇവിടെ സാധാരണ ഉപ്മാവോ പാസ്റ്റയോ നൂഡിൽസോ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. രാത്രി മജുബൂസോ ചപ്പാത്തിയോ ഇങ്ങനെയുള്ള സാധനം ഉണ്ടാവുക. ഞാൻ ഉസ്ബെക്കിസ്ഥാനിലുള്ള പല ഹോസ്റ്റലിലെയും മെസ്സുകൾ ഉണ്ട്. പലതും ഞാൻ കണ്ടേക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പക്ഷേ തഷ്കന്ത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഉസ്ബെക്കിസ്ഥാനിൽ 3 ടൈപ്പിലാണ് കുട്ടികൾ ഫുഡ് കഴിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സെൽഫ് കുക്കിംഗ്, അവരെന്നെ ഉണ്ടാക്കി കഴിക്കും. രണ്ടാമത്തെ ഹോസ്റ്റലിൽ മെസ്സ് ഉണ്ടാവും. ആ മെസ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പുറത്ത് ഹോട്ടലുകൾ മെസ്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീടുകളൊക്കെ മെസ്സ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ ഞാൻ മെസ്സിലേക്ക് കയറിയ സമയത്ത് അവിടെ കുറെ കുട്ടികൾ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ കുക്ക് ചെയ്യാൻ കാരണം. അപ്പൊ അവർ പറഞ്ഞത് കുക്ക് ചെയ്യുന്ന സമയത്ത് മെസ്സിനേക്കാളും ഒരുപാട് എക്സ്പെൻസ് കുറവാണ്, വളരെ ചീപ്പാണെന്നാണ്. ഇവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് സ്റ്റവും ഓവനും ഫ്രിഡ്ജും മിക്സിയും എല്ലാ സാധനങ്ങളും ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ് ചെയ്യാനും പാത്രങ്ങൾ കഴുകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കുട്ടികളോട് എന്തെങ്കിലും ഉണ്ടാക്കാറെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു പപ്പടം മുതൽ ബിരിയാണി വരെ ഞങ്ങളിവിടെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പോയ സമയത്ത് തന്നെ കുറച്ച് കുട്ടികൾ ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സെൽഫ് കുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾ ഇവരുടെ ഹോസ്റ്റലിന്റെ തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഇറച്ചിയും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. 5 മുട്ടുള്ള ഒരു പാക്കറ്റാണ്. ഓൾമോസ്റ്റ് ഒരു 280 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. സ്പെഷ്യൽ ടൈപ്പ് ബ്രെഡാണ്. 12,400 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 രൂപ അടുത്തുണ്ട്. അവിടെ ഇപ്പൊ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം റേറ്റ് ആണ് സാധനങ്ങൾക്ക്. ചിലതിന് കൂടുന്നുണ്ട്, ചിലതിന് കുറയുന്നുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. പക്ഷെ സെയിം ബ്രാൻഡ് കിട്ടില്ല. ചില ബ്രാൻഡുകളൊന്നും അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല പൊടികൾക്കൊന്നും നമുക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ കുറച്ച് വിലയും കൂടുതലാണ്. അതുകൊണ്ട് മസാല പൊടികളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അവിടെ പ്രഷർ കുക്കറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ പ്രഷർ കുക്കറൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് നല്ലത്. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഫസ്റ്റ് സെമ്മിൽ തന്നെ സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഓൾറെഡി നിന്ന് കുക്കിംഗ് ഒക്കെ പരിചയമുള്ള ആളുകളാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ രാജ്യത്തേക്ക് പോവാണ്. അപ്പൊ അവിടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നത് എവിടുന്നാണ്, അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ പുതിയൊരു കോഴ്സിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫുൾ ഫോക്കസ് ആ കോഴ്സിലേക്ക് വേണം നമുക്ക് ഇടാൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ മെസ്സ് എടുക്കുന്നതായിരിക്കും ആദ്യത്തെ സെമ്മിൽ നന്നാവും. വൺസ് എല്ലാ കാര്യങ്ങളും ഒന്ന് സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചില കുട്ടികൾ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിന്റെ പുറത്ത് ഒരു ഇന്ത്യൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടുത്തെ മെസ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ അത് ഒരിക്കലും വയബിൾ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും. അങ്ങനെ ഞാൻ ഹോസ്റ്റലൊക്കെ കണ്ട് ഭക്ഷണവും കഴിച്ച് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ആ പാർക്കും സീറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചുറ്റും വേലി കെട്ടി പോലെയാണ് ഇതിന്റെ ബിൽഡിംഗ് ഉള്ളത്. ഇതിന്റെ നടുവിലായിട്ടാണ് ഈ പാർക്കും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടും ഷട്ടിൽ ബാറ്റിന്റെ ഒരു കോട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് കുട്ടികൾ കളിക്കുന്നു. ഞാൻ അടുത്ത് പോയപ്പോൾ ഉസ്ബെക്കി കുട്ടികളാണ് കളിക്കുന്നത്. ഈ ഗ്രൗണ്ടുകളിലൊക്കെ കുട്ടികൾ സമയം കിട്ടുന്ന സമയത്ത് കളിക്കാറുണ്ട്. അതായത് മലയാളി സ്റ്റുഡൻസിനോട് സംസാരിച്ചപ്പോൾ അവർ ടർഫ് പോയിട്ട് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ടായിരുന്നു. തഷ്കന്തിന്റെ ഹോസ്റ്റൽ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാം ഹോസ്റ്റൽ കണ്ടതിൽ നിന്ന് തഷ്കന്തിന്റെ ഹോസ്റ്റൽ അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലുള്ള പല ഹോസ്റ്റലുകളിലും ഫുഡ് കമ്പൽസറി ആയിരുന്നു. അതായത് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് മെസ്സ് എടുക്കണമെന്ന് നിർബന്ധമില്ല. സെൽഫ് കുക്കിംഗ് ചെയ്യേണ്ട കുട്ടികൾക്ക് സെൽഫ് കുക്കിംഗ് ചെയ്യാം. അതുപോലെ തന്നെ തഷ്കന്തിന്റെ ഹോസ്റ്റലിന് ഓൾമോസ്റ്റ് ഇയർലി 500 to 600 USD മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഹോസ്റ്റലും കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് വെച്ച് നമുക്ക് സിറ്റി പാർക്ക് കാണാൻ പോകാം. ഞാൻ പറഞ്ഞു തീർന്നതിന് മുമ്പ് ഓല് റെഡി. ഇപ്പൊ നമ്മുടെ കൂടെ തഷ്കന്തിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ്. എവിടെയാണ് പോകുന്നത് നമ്മള്? നമ്മളെങ്ങോട്ടേക്ക് പോകുന്നത്? തഷ്കന്തിൽ. എന്തെങ്കിലും പ്ലാൻ ഉണ്ട് ഇന്നത്തേക്ക്? കറങ്ങുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് മെയിൻ. നിങ്ങൾ തഷ്കന്തിൽ ഓൾറെഡി പോയതാണല്ലേ? സിറ്റി പാർക്കിൽ എത്തി നോക്കുന്ന സമയത്ത് അതൊരു വാക്കിംഗ് പാർക്കായിരുന്നു. ഞാൻ അവിടെ പോയത് ക്രിസ്മസിന്റെ സമയമായതുകൊണ്ട് ക്രിസ്മസിന്റെ കുറെ ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സിറ്റി പാർക്കിന്റെ സൈഡിൽ ഒരു പൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലുള്ള വെള്ളമൊക്കെ തണുപ്പായിട്ട് ഐസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിറ്റി പാർക്ക് ഒന്ന് നടക്കുമ്പോഴേക്കും മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
മഞ്ഞ് പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല, അവിടെ നിന്ന് നേരെ മാജിക് സിറ്റിയിലേക്ക് പോയി. മാജിക് സിറ്റിന്റെ മുന്നിലെത്തിയപ്പോൾ ഫുള്ള് വൈബ്, ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ലൈറ്റ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത വലിയൊരു ബിൽഡിംഗ്. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിന്റെ ഉള്ളിൽ പിന്നെയും കുറെ ബിൽഡിംഗ് ഫുള്ള് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് തന്നെ അതൊരു നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ റൈഡുകളിലൊക്കെ കുറച്ചൊന്ന് കയറി. അങ്ങനെ മാജിക് സിറ്റിയും കണ്ട് KFC ഫുഡ് കഴിക്കാൻ നേരിച്ച് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഫുഡും കഴിച്ച് കുട്ടികൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ നേരെ റൂമിലേക്ക് വന്നു. നാളെ നമുക്ക് പുലാവും കുതിര ഇറച്ചിയൊക്കെ ഇടുന്ന തഷ്കന്ത് സിറ്റി ഫുള്ളൊന്ന് കാണണം.